നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ്. LDFിലായാലും UDFിലായാലും. ഇതിൽ UDFിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം പാർലമെൻറ്റ് സീറ്റ് നൽകും എന്നാണ്. കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത്. കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ ഹസനുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് PJ ജോസഫും മോൻസ് ജോസഫുമാണ് പങ്കെടുക്കുന്നത്. ഫ്രാൻസിസ് ജോർജ്, PC തോമസ്, KM മാണിയുടെ മരുമകൻ MP ജോസഫ് എന്നീ പേരുകളാണ് അവസാന റൗണ്ടിൽ ഉയരുന്നത്. മൂവരും മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, സജി മഞ്ഞക്കടമ്പിൽ എന്നിവരുടെ പേരുകളും തുടക്കത്തിൽ ഉയർന്നു കേട്ടിരുന്നു. സീറ്റ് കേരള കോൺഗ്രസിനാണെങ്കിലും സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ താൽപ്പര്യം കൂടി പരിഗണിക്കണമെന്ന ഉപാധിയോടെയാണ് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നത്. കാരണം കോൺഗ്രസിൻ്റെ വിജയം കൂടിയാണല്ലോ. കേരള കോൺഗ്രസ് ആണ് വിജയിച്ചു വരുന്നതെങ്കിൽ തന്നെയും കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്നപ്പോഴാണ് കോട്ടയം സീറ്റ് നൽകിയതാണെന്നും മാണി വിഭാഗം മുന്നണി വിട്ട സാഹചര്യത്തിൽ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുമുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ജോസഫ് വിഭാഗത്തിന് ഒരു സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം പാർലമെൻറ്റ് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണെന്ന് UDF കൺവീനർ ഹസൻ കോട്ടയത്ത് പറഞ്ഞത്. മുൻ MP-മാർ എന്ന പരിഗണന ഫ്രാൻസിസ് ജോർജിനും PC തോമസിനും ഗുണകരമാകുമ്പോൾ റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെന്ന മെച്ചവും ജോസ് K മാണിയുടെ മുന്നണി മാറ്റത്തെ പരസ്യമായി എതിർത്തെന്ന പരിഗണനയും MP ജോസഫിന് അനുകൂലമാകുന്നുണ്ട്. അതേസമയം PJ ജോസഫ് മനസ്സ് തുറക്കാത്തതിനാൽ ആശയക്കുഴപ്പം പരമാവധി മുതലെടുക്കുകയാണ് LDF ലക്ഷ്യം. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇടതുമുന്നണിയിൽ തോമസ് ചാഴിക്കാടൻ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. MP എന്ന നിലയിലുള്ള കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രവർത്തനം. BJP സ്ഥാനാർത്ഥിയായി അൽഫോൻസ് കണ്ണന്താനം മത്സരിക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. MP ജോസഫിനും അൽഫോൻസ് കണ്ണന്താനത്തിനും സീറ്റ് ലഭിച്ചാൽ 2 മുൻ IAS ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടുന്നുവെന്ന പ്രത്യേകതയും കോട്ടയത്തിനുണ്ടാകും.